പിന്നെ ഓരോ മാങ്ങയ്ക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ഒരു മാങ്ങ കഴിക്കുമ്പോൾ അടുത്ത മാങ്ങയ്ക്ക് ഏറ്റവും ടേസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അതെ, ഓരോ മാങ്ങയ്ക്കും ഓരോ ടേസ്റ്റാ. വിവിധ ഇനം മാമ്പഴങ്ങൾ വിൽക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ഷോപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 45-ലധികം വ്യത്യസ്തമായിട്ടുള്ള മാമ്പഴങ്ങളാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ മാമ്പഴങ്ങൾ ഇഷ്ടമുള്ള എല്ലാവരും ഇത് കണ്ടോളി. അത് മാത്രമല്ല, ഇവിടെ വന്ന് കീടനാശിനി ഒന്നുമില്ലാത്ത നല്ല മാമ്പഴം കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിക്കാൻ ഇഷ്ടമുള്ളവരെല്ലാം കഴിക്കട്ടെ, വാങ്ങാൻ ഇഷ്ടമുള്ളവരെല്ലാം വാങ്ങട്ടെ. കാലടി അടുത്തുള്ള നീലംകുളങ്ങര അമ്പലം എന്നൊരു സ്ഥലത്താണ്. ഞാൻ സത്യം പറഞ്ഞാലും മാമ്പഴം മാത്രമുള്ള ഷോപ്പ് കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ തമിഴ്നാട് സൈഡിലേക്ക് പോകുമ്പോ നമുക്ക് കൂടുതൽ എല്ലാ ടൈപ്പ് ഈ സീസണിലൊക്കെ മാങ്ങിയ തന്നെ. എത്ര വർഷമായിട്ട് എല്ലാ ടൈപ്പും ഈ അത് തുടങ്ങിയിട്ട് 5-6 വർഷമായി. മാമ്പഴം മാത്രം വിൽക്കുന്നൊരു കട. അപ്പൊ ഇവിടെ ഏകദേശം എത്ര ടൈപ്പ് മാമ്പഴം വരുന്നുണ്ട്? ശരിക്കും ആദ്യം ഒരു 10-45 ടൈപ്പ് മാങ്ങകൾ മാങ്ങയുണ്ടല്ലേ? ഇപ്രാവശ്യം മാങ്ങ മഴ ഭയങ്കര ഇതല്ലായിരുന്നു, അതുകൊണ്ട് മാങ്ങ കുറവാണ്. മാങ്ങയ്ക്കുള്ള വലിപ്പങ്ങളൊക്കെ ഇങ്ങനെ കുറയും. അല്ലെങ്കിൽ നല്ല വലിപ്പത്തിൽ നല്ല അടിപൊളി മാങ്ങകൾ സൂപ്പറായിട്ട് വരാറുണ്ട്. നമ്മുടെ കേരളത്തിലെ എത്ര ടൈപ്പ് മാങ്ങ ഇവിടെ ഇരിപ്പുണ്ട്? കേരളത്തിലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ വരുന്നതെല്ലാം ബംഗരപ്പിള്ളി, പ്രിയൂര്, പിന്നെ മൽഗോവ, ഹിമാപസന്റ്, അൽഫോൺസ, നീലം, പിന്നെ നാട്ടികൾ എന്ന് പറഞ്ഞ നല്ല ഇവിടെ ബെഡ് ചെയ്ത് വരുന്ന മാവിന്റെ മാങ്ങകളുണ്ട്. കാലാപ്പാടി, എല്ലാ ടൈപ്പ് മാങ്ങകളുണ്ടാവും. ഒരുപാട് മാങ്ങകൾ, ഗുദാദത്ത് എന്നൊക്കെ പറഞ്ഞ മാങ്ങയുണ്ട്. ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നാണ് മാങ്ങ വരുന്നത്? തമിഴ്നാട്ടിൽ നിന്നല്ല, ഇവിടെ ലോക്കൽ കൂടുതലും വരുന്ന മാങ്ങകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ അത് ശരി. ഈ കച്ചവടക്കാര് പറിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിപ്പോ എവിടെ നിന്നുള്ള ഏത് മാങ്ങയാണെങ്കിലും നമ്മൾ എടുക്കും. ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇതിനകത്ത് വേറെ മറ്റേ അങ്ങനെയൊന്നുമില്ല. ഇത് എങ്ങനെ പഴിപ്പിക്കുന്നത്? സാധാരണ പറിച്ച് നമ്മൾ പേപ്പറിലിട്ടിട്ട് പേപ്പറിലിട്ട് പൊട്ടിച്ച് വെച്ച് അതിനകത്ത് തന്നെ പൊടിയിട്ട് പൊടിയൊന്നും ഇപ്പൊ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പബ്ലിക്കായിട്ട് വെക്കണതല്ലേ, എല്ലാവരേക്കും ഞങ്ങൾ ഏത് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്താലും ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കാരണം അങ്ങനെയൊക്കെ പഴിപ്പിക്കാന്നുണ്ടെങ്കിൽ മാങ്ങ പച്ചയായിട്ടൊന്നും ഇരിക്കില്ല, നല്ല പഴുത്ത് നല്ല പളങ്ക് പോലെ ഇരിക്കും. നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് വിൽക്കുന്ന നമുക്കത് ക്രൈസ് ആണ്. അത് മാങ്ങയുടെ ഒരു ക്രൈസ് കൊണ്ട് നമ്മൾ അങ്ങനെ വിൽക്കുന്നതാണ്. അല്ല, ഞാനിവിടെ ജോലിയായിട്ട് ചെയ്യണതാ. 7-8 വർഷമായി പുള്ളിയുടെ കൂടെ ജോലിക്ക് എന്ന് പറഞ്ഞ ചേട്ടനാണ് കടയുടേത്. പുള്ളി സീസണില് മാങ്ങയുടെ കച്ചവടം, സീസൺ കഴിഞ്ഞ പിന്നെ പച്ചക്കറി അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട്. അതല്ലേ. അപ്പൊ ഏകദേശം 45 കൂട്ടം മാമ്പഴം ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ടോ? ഇപ്പൊ ഇവിടെ ഒരു 25-26 ടൈപ്പ് മാങ്ങയുണ്ട്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള മാങ്ങ പൊതുവെ വരവ് കുറവാണ്. നമ്മളാ സമയമാകുമ്പോഴേക്കും നമ്മുടെ കച്ചവടം തീരും. കാരണം തമിഴ്നാട്ടിലേക്ക് മാങ്ങ വരുമ്പോൾ ജൂൺ മാസം ജൂലൈ മാസമൊക്കെ ആവണം. അവിടുന്ന് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രയിൽ നിന്ന് വരുന്നതാണ്. ബംഗരപ്പിള്ളി, മല്ലിക. ഇല്ല, നമുക്ക് അത്രയും നമുക്ക് നല്ല കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. മാങ്ങകള് കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും മാങ്ങയുടെ ടേസ്റ്റ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും മാങ്ങയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്, 8 വർഷമായിട്ട് മാങ്ങകളുടെ കൂടെ വാസമുള്ള ഒരാളാണ്. അപ്പോ നിലവിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഏതായിരിക്കും? ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഹിമാപസന്റ്. ഏതാ? ശരിക്കും ഹിമാപസന്റിന്റെ വലിപ്പം ഇതല്ല, നല്ല ഇതിനേക്കാൾ നല്ല ഒരു മാങ്ങ തന്നെ 1 കിലോ 1.5 കിലോന്റെ അടുത്ത്. ഇതാണ് ഏറ്റവും ടേസ്റ്റി മാങ്ങ. ഇത്രയും മാങ്ങകളിൽ ഏറ്റവും ടേസ്റ്റി. പിന്നെ മൽഗോവ. ഇത് രണ്ടുമാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അപ്പൊ ഇതെല്ലാം വില ഉള്ള? ഇത് ഹിമാപസന്റ് സ്റ്റാർട്ടിങ്ങിൽ 350 രൂപയായിരുന്നു. 380. എന്റെ അമ്മയെ, മാമ്പഴത്തിന് 380 രൂപയാ. പക്ഷെ ഇപ്പൊ അത് വില കുറഞ്ഞു. ഇപ്പൊ അത് 220, അത് 220 രണ്ടും. ഇതിനും വില ഉണ്ടായിരുന്നോ? പിന്നെ ഇതിനും 320 രൂപ അടുത്തേക്ക് വില വന്നു. ഇതൊക്കെ വാങ്ങാനാണല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വാങ്ങുന്ന വാങ്ങിയതാ കൂടുതൽ ഹിമാപസന്റ് നമ്മൾ പറഞ്ഞു കൊടുത്ത ആൾക്കാരത് മേടിക്കും. പിന്നെ മൽഗോവ, പിന്നെ അൽഫോൺസ ഒക്കെ ആണല്ലേ. നല്ല വലിയ ഇതൊന്നും നല്ല 1.5 കിലോ അടുത്ത് വരും ഏകദേശം. കേരളത്തിൽ ഇതുപോലെ മാങ്ങ മാത്രം വിൽക്കുന്ന വേറെ കടകളുണ്ടോ? ഇല്ല, എന്നാണ് ഞങ്ങളുടേത്. നിങ്ങളുടെ നോട്ടത്തിൽ ഇല്ല. അപ്പൊ ഞാനും അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരും മാങ്ങ കാണുമ്പോ എല്ലാവരും പറയുന്നത് വേറെ എവിടെയും കണ്ടിട്ടില്ല ഇത്രയും പേർക്ക് മാങ്ങാന്നും പറഞ്ഞോണ്ട് ആ രീതിയിലാണ് ഇറങ്ങുന്നത്. അപ്പോ കേരളത്തില് ഒരുപക്ഷെ ഇവര് മാത്രമായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. അപ്പോ 40-45-ലധികം മാമ്പഴങ്ങള്, വെറൈറ്റി ആയിട്ടുള്ള മാമ്പഴങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലം. അപ്പൊ എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്ത് നീലംകുളങ്ങര അമ്പലത്തിന്റെ അടുത്ത്. എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്ത് നീലംകുളങ്ങരം അമ്പലം എന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ മാമ്പഴം ഇഷ്ടമുള്ള എല്ലാവരും ഇങ്ങോട്ട് പോരെ. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്.
അപ്പോ മാക്സിമം എന്താ പറയാ, ഇവിടെ നിന്നാലും ഒരു പ്രത്യേക സ്മെല്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മാമ്പഴങ്ങളുടെ മാത്രം ഒരു നല്ല മണം ഉണ്ടല്ലോ, എല്ലാ മാമ്പഴങ്ങളുടെ കൂടി ഏത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ടാകും മണം നമുക്ക് അനുഭവിക്കുമ്പോൾ. ഞാൻ ചോദിക്കട്ടെ, വ്യക്തിപരമായിട്ട് ഏത് മാമ്പഴമായിരിക്കും കൂടുതൽ ഇഷ്ടം? കഴിക്കാനായിട്ട് ഇഷ്ടം കൂടുതൽ കാലാപ്പാടിയും ഹിമാപസന്റും ആണ് കഴിക്കാൻ നമുക്ക് അതിൽ ഇഷ്ടപ്പെടുന്നത്. പിന്നെ നമ്മുടെ പ്രിയൂര് മാങ്ങ, അതും കഴിക്കാൻ നല്ല മാങ്ങ. നമ്മുടെ നാടൻ പ്രിയൂര്, ലോക്കൽ വരുന്ന പ്രിയൂര് ഉണ്ടല്ലോ. പിന്നെ ഓരോ മാങ്ങയ്ക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ഒരു മാങ്ങ കഴിക്കുമ്പോൾ അടുത്ത മാങ്ങ ആയിരിക്കും ടേസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അതെ, ഓരോ മാങ്ങയ്ക്കും ഓരോ ടേസ്റ്റാ. അപ്പൊ നമുക്കിപ്പോ ഈ ഇരിക്കുന്ന സുന്ദരി എന്ന് പറഞ്ഞൊരു മാങ്ങ, നല്ല ടേസ്റ്റുള്ള മാങ്ങ. അതല്ല ഇത് കാലാപ്പാടി. ഇതല്ല ഏറ്റവും ടേസ്റ്റ് പഴുക്കണം, പഴുത്താൽ നല്ല മധുരം ഉണ്ടാവും. ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങ ഞാൻ കഴിച്ചോട്ടോ. ഇത് ഹിമാപസന്റ്. ഓ, അത് എന്നായിരിക്കും. ഇത് നല്ലതാ, ഹിമാപസന്റ്. ഈ മാങ്ങ നല്ലതാ. ഇതാണ് വേറെ ടേസ്റ്റ് ഉള്ളത്. ഇതെന്താ മാങ്ങ? അത് അൽഫോൺസ. അത് നല്ല രുചിയുള്ള മാങ്ങ. ഓ, ഇത് ഹിമാപസന്റ്. ഹിമാപസന്റ് ഒരു രക്ഷയില്ല. പിന്നെ ഇതേതാ? അൽഫോൺ അല്ല, ഇത് മൽഗോവ. അത് നല്ല ടേസ്റ്റ്. ശരിക്കും പറഞ്ഞ കൺഫ്യൂഷൻ ആവും, കാരണം നമ്മുടെ കണക്കൂട്ടല്ലേ ഏതെടുക്കുന്നത്. അല്ല, അത് മാത്രമല്ല, ഓരോ മാങ്ങ എന്നുമ്പോഴും ഇതിൽ നിന്ന് എന്താ വ്യത്യസ്തത, ഇങ്ങനെ എല്ലാ മാങ്ങ ഇച്ചിരി കഴിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഓരോ മാങ്ങയും വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നല്ല മാമ്പഴം കഴിക്കാൻ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇവിടെ നിങ്ങളെ കാത്ത് ഒട്ടനവധി മാമ്പഴങ്ങൾ വെയിറ്റിംഗ് ആണ്, അതും വ്യത്യസ്തമായ രുചിയിൽ. അപ്പോൾ ഇനി ഒരു എപ്പിസോഡ് കാണുമ്പോഴേക്കും സുലാൻ.